Hello guys, welcome back to StarLiveTech. ഇന്ന് നമ്മൾ Realme V5 എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. മുന്നേ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ലീക്ഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ആദ്യം നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഒരു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു പഞ്ച് ഓൺ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏകദേശം 83.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഡിവൈസിൽ അവൈലബിൾ ആണ്. 1080x2400 പിക്സൽസ് ആണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ 405 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. ഏകദേശം 194 ഗ്രാംസ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് വരുന്നത്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിന്റെ ഡൈമെൻസിറ്റി 720 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഇതൊരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആണ്. അതോടൊപ്പം LPDDR4X റാം ആണ് ഈ ഡിവൈസിൽ വരുന്നത്. GPU കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാലി G57 MC3 ആണ് ഈ ഡിവൈസിന്റെ GPU. Android 10 ബേസിലാണ് ഈ സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. Realme UI 1 ആണ് ഈ ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് 2 വേരിയൻസിൽ മാത്രമാണ് ലഭിക്കുന്നത്. ബേസ് വേരിയൻ്റ് വരുന്നത് 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. ടോപ്പ് വേരിയൻ്റ് വരുന്നത് 8GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഡിവൈസിന് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസിൻ്റെ ക്യാമറ സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ നൽകിയിരിക്കുന്നത്. ഒരു റെക്ടാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് ഇത്തവണ Realme V5 എന്ന സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാ ആണ് വരുന്നത്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം നമുക്കൊരു 8 മെഗാ അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 119 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മെഗാ മാക്രോ ലെൻസും 2 മെഗാ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് പഞ്ചോൾ കട്ടിലാണ് ലഭിക്കുന്നത്. f2.1 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഈ ഡിവൈസിന്റെ ബാറ്ററി സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം 30 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5000 mAh ബാറ്ററി കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാൻ ഏകദേശം 65 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഡിവൈസിന് വരുന്നത്. 3.5mm ഓഡിയോ ജാക്കും നമുക്ക് ഈ ഡിവൈസിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഡിവൈസിൽ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അവൈലബിൾ അല്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഡിവൈസിന് നൽകിയിരിക്കുന്നത്. ഈ ഡിവൈസ് നമുക്ക് ബ്ലൂ, സിൽവർ, മിന്റ് എന്നീ 3 കളർ വേരിയൻസിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഓവറാൾ നമ്മുടെ Realme V5 എന്ന സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ ഈ ഡിവൈസിന്റെ ബേസ് വേരിയന്റ് ആയ 6GB 128GB സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് ഏകദേശം 1499 yuan ആണ്. അപ്പോൾ അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 16,100 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് വേരിയന്റ് 8GB റാം ആൻഡ് 128GB സ്റ്റോറേജിന് ഏകദേശം 1899 yuan ആണ്. അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം ലാസ്റ്റ് ആണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഈ ഡിവൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതോടൊപ്പം 5G സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പ്രൊസസ്സറും അവൈലബിൾ ആണ്. ക്യാമറയും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ. അതോടൊപ്പം 5000 mAh എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഡിവൈസിൽ വരുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു 5000 mAh അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും റിയൽമിയുടെ V5. റിയൽമിയുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ OnePlusന്റെ നോഡിനും അതുപോലെ തന്നെ റെഡ്മിയുടെ വരാൻ പോകുന്ന Redmi 10X എന്ന സ്മാർട്ട് ഫോണിനും നല്ലൊരു എതിരാളി തന്നെയായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.